അവസാന 25-ാമത്തെ കൊല്ലത്തിൽ മാനവറുകള് മരം കോച്ചുന്ന തലപ്പിലൂടെ ഒരു പ്രദേശത്തിലൂടെ ഇബാദത്തിലായി നടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഉറക്കം തൂങ്ങുകയാണ്. ഉറങ്ങിയപ്പോൾ സ്വപ്നസ്ഖലനമുണ്ടായി. ഞെട്ടി ഉണർന്നു. പെട്ടെന്ന് കുളിക്കണം. തണുപ്പേറിയ വെള്ളം കുളിച്ചു. ക്ഷീണം തോന്നി. വീണ്ടും ഉറങ്ങി. സുബഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ മുമ്പ് തന്നെ 40 വട്ടം ജനാബത്തുണ്ടായാലേ 40 വട്ടം ഓരൂരാ കുളിച്ചോവാർ. ഇത് ഔലിയ ശേഖ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങ് പാറിപ്പറന്ന് വരുന്ന കേസല്ലാന്ന് പഠിക്കാനാണ് ഞാൻ മാലയിൽ 1-2 വരികൾ നിങ്ങൾ കേൾപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇവർക്ക് ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് പാടി പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ഔലിയാക്കളാണ്, ഒലിക്ക് കറാമത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ തെളിവാക്കാറുള്ളത് തമിഴൻ്റെ മാല എന്ന് പറയുന്ന ഈ സാധനമാണ്. ഇതിലിപ്പോൾ എന്താണ് ഇയാൾ പാടിയത്? എന്താണ് പറഞ്ഞത്? 40 വട്ടം ജനാബത്തുണ്ടായാരേ 40 വട്ടം ഓരൂരാ കുളിച്ചോവർ. 40 വട്ടം ജനാബത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത് ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇതുപോലെ കുറേ മൂലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നത്തിൽ ഇങ്ങനെ സ്കലിച്ചും കൊണ്ടിരിക്കുക എന്നാണ് കറാമത്ത്. അത്രേ സാധാരണ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ജനാബത്ത് എന്ന് പറഞ്ഞാൽ സംയോഗം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ജനാബത്ത്. അതിനിപ്പോൾ ഇവർ പറഞ്ഞ മാതിരി ഉറക്കത്തിൽ പോയാലും ഇനി അല്ല വേറെ എങ്ങനെയും അത് പോയാലും ഒക്കെ ജനാബത്ത് തന്നെയാണ്. 40 തവണ ജനാബത്ത് ഉണ്ടായാലും 40 തവണ കുളിക്കണം. ഈ കുളിക്കുന്നൊരു സമയം നോക്കുക നമുക്ക്. ഒരു 2 മിനിറ്റ് വേണ്ട ഒരാൾക്ക് കുളിക്കാൻ. ഏറ്റവും ചുരുങ്ങിയത് ഏത് ജനാബത്ത് കുളി എന്നും പറഞ്ഞിട്ട് തലയിൽ കൂടി വെള്ളം കോരി ഒഴിക്കാനുള്ള സമയം വേണ്ടേ? അത് തുടച്ചിട്ട് വീണ്ടും കടന്ന് ഉറങ്ങാനുള്ളൊരു സമയം വേണ്ടേ? അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടോ ഇല്ലേ ഈ ജനാബത്ത് പിന്നെയും സംഭവിക്കാനുള്ളൊരു സമയം വേണ്ടേ? ഓക്കെ. അപ്പോൾ 40 തവണ ജനാബത്തുണ്ടായി 40 തവണ കുളിച്ചു. അതാണ് ഇത്ര ഒരു ഔലിയയുടെ കറാമത്ത്. ഇതാണ് ഈ മൊയന്തുകളായ ആളുകൾ ഓരോ മഹാന്മാരായ ആളുകളെക്കുറിച്ച് പാടി പറഞ്ഞു വെക്കുന്നത്. തമിഴൻ്റെ മാലയിലും ഇതുപോലെയുള്ള വിവരം കെട്ട മാലകളിലും എഴുതി വെക്കുന്നത് ഇതൊക്കെയാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സാത്വികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം 40 വർഷം വയല് പറഞ്ഞിട്ടുണ്ട് എന്ന് ആണ് ഇവരുടെ മാലയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രയോ വർഷം ഇഷാ തൊഴുത ഉദുവാലെ സുബഹി നിസ്കരിച്ചു എന്നാണ് പറയണത്. അതെന്താ സംഭവം എന്നറിയോ? ഇഷാ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വക്തിന് നിസ്കരിച്ച് കുണിച്ച് പിന്നെ ആ ഒരു രാത്രി മുഴുവൻ പിന്നെ മൂപ്പർക്ക് ജനാബത്തും ഇല്ല, മൂത്രമൊഴിക്കലും ഇല്ല, കക്കൂസുപോക്കും ഇല്ല, ഒന്നുമില്ല. പിന്നെ സുബഹി നിസ്കരിക്കുള്ളൂ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ സുബഹി തൊഴുത ഉളുവാലെ, അതായത് സുബഹി നിസ്കരിച്ച ഉളുവാലെ ഇനിയിപ്പോൾ 40 വർഷം. ഓക്കെ. ഈ 40 വർഷം താജ്ജുദ് നിസ്കരിച്ചിട്ടില്ലേ? ഇവർ ഈ നോണ പാട്ടും പാടിക്കൊണ്ട് ഇതുപോലെ ഈ ഉമ്മത്തിനിടയിലേക്ക് ഇതുപോലെ കള്ളക്കഥകളും കറാമത്തുകളും വിടുവായത്തങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സാത്വികനായ ഒരു പണ്ഡിത കേസരിയായിരുന്നു. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അതുപോലെ തന്നെ ദഅവത്ത് നടത്തിയിരുന്ന ആളായിരുന്നു, ഒരു മുജദ്ദിദായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ് ഒരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലരും കരുതിയിരിക്കുന്ന ഓതുല്ലാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ദാടിയൊക്കെ വെച്ച് ഒരു പഴയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പച്ചക്കുപ്പായൊക്കെ ഇട്ട് ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ കുറച്ച് മുറുക്കാനൊക്കെ ഇങ്ങനെ മുറുക്കി ഒഴുക്കി ഒരു പ്രത്യേക ഹാലിൽ ഒരാളായിരുന്നു, ഒരു പാവപ്പെട്ട മനുഷ്യൻ. പള്ളികൾ തോറും കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ കുറെ ആളുകൾ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെയാ കരുതിയിരിക്കുന്നത്. ആരാണ് ഓതുല്ലാനം? പട്ടണിക്കാരനായിരുന്നില്ല, പാവപ്പെട്ടവനായിരുന്നില്ല, കൂലിവേലക്കാരനായിരുന്നില്ല. ഓഫല്ലാനം കോടീശ്വരനായിരുന്നു. മക്കളെ, കോടീശ്വരൻ മഹാനായ ഓഫല്ലാനം ഖാജാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്തൊരു മുത്ത് പതിപ്പിച്ചിരുന്നു. ആ മുത്തിന് അന്നത്തെ രാജാവിന്റെ രാജകൊട്ടാരവും അതിനുള്ള സർവ്വ സ്വത്തുക്കളെക്കാളും വിലപിടിപ്പുള്ളതായിരുന്നു ഓഹുല്ലാമിന്റെ വടിയുടെ അഗ്രത്തിൽ പതിപ്പിച്ചിരുന്ന മുത്ത്.
ഇത്രയും വലിയ കോടീശ്വരനായിരുന്നു അദ്ദേഹത്തിന്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുണ്ടല്ലോ ഗോഡൌൺ, വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ പ്രമാണിമാരെയൊക്കെ വീട്ടിൽ ഗോഡൌണുകൾ കാണുമല്ലോ, സാധനങ്ങളൊക്കെ തേങ്ങയിട്ടും റബ്ബർ ഷീറ്റ് കൊണ്ടും ഒക്കെ വെക്കാൻ. ഔസുല്ലാമിന്റെ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു ഗോഡൌൺ. എന്തിനായിരുന്നെന്നറിയോ? കപ്പലുണ്ടായിരുന്നു, 4-5 കപ്പലുകൾ, കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ദീനാറുകളും ദിർഹമുകളും വലിയ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുവന്നിട്ട് ഗോഡൌണിൽ ഇട്ടേക്കുകയായിരുന്നു. അതായിരുന്നു ഔസുല്ലാമിന്റെ ഗോഡൌണിന്റെ ഉപയോഗം. മനസ്സിലായോ? മഹാനായ ഗൗസുൽ-ആലം ഖാജ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഞാൻ ഇപ്പോഴിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പണം, സമ്പത്ത്, സ്വത്ത്, വീട്, പുരയിടം, കെട്ടിടം, വസ്ത്രങ്ങള്, വാഹനങ്ങള്, ആഭരണങ്ങള്, ഇതൊക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങനെ കൽബിൽ കെട്ടിപ്പിടിച്ചിട്ട് ദുനിയാവിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന അവസ്ഥ മാറണം. മഹാനായ ഔസുൽ-ആലം ഒരു ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടി വന്നു. ശിഷ്യന്മാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓടി വന്നിട്ട് പറഞ്ഞു, ഖാജ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ വിളിച്ചിട്ട്, ഔസുൽ-ആലം താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാധനവുമായി വന്ന താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു. ചരക്ക് കപ്പലിന് കുഴപ്പം പറ്റിയിരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി. ഔസുൽ-ആലം ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, കുട്ടികൾക്ക് ദർസ് എടുത്തോണ്ട്, ശിഷ്യന്മാർക്ക് മുരീദ്മാർക്ക് തഅലീം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ എത്തുമ്പോഴാ വന്നിട്ട് പറയുന്നത് കപ്പൽ മുങ്ങിയെന്ന്. സാധനവുമായി വന്ന കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഔസുൽ-ആലം ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു, താലീം നടത്തിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് നേരത്തെ വന്നു പറഞ്ഞ ആ മനുഷ്യൻ തന്നെ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു, ഔസുൽ-ആലം നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു. നേരത്തെ മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല, അത് മറ്റൊരു കപ്പലാണ് മുങ്ങിയത്. താങ്കളുടെ കപ്പൽ സുരക്ഷിതമായി കരയിലെത്തിയിരിക്കുന്നു. അപ്പോഴും കണ്ണിങ്ങനെ അടച്ചിട്ട് ഔസുൽ-ആലം പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരീദുമാര് ചോദിച്ചു, അല്ല തങ്ങളെ, അങ്ങെന്താണിങ്ങനെ? സാധാരണ അപകടം പിടയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലേ പറയേണ്ടത്? അങ്ങയുടെ കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, മുങ്ങിയത് അങ്ങയുടെ കപ്പൽ അല്ലെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഔസുൽ-ആലം പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ കപ്പൽ മുങ്ങിയതിന്റെ പേരിലുള്ള വേദന കൊണ്ടോ, കപ്പലല്ല, എന്റെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ അതിലുണ്ടായ സന്തോഷം കൊണ്ടോ അല്ല ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. എന്റെ ഹൃദയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയം, പടച്ചവനോട് ബന്ധിച്ചിരിക്കുന്ന എന്റെ ഹൃദയം, എന്റെ റബ്ബിനെ കുറിച്ച് മാത്രം ചിന്തയുള്ള എന്റെ ഹൃദയം, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പണവും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പ്രതാപവും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള സ്വത്തുക്കളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കെട്ടിടങ്ങളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലുകളും, എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലിലെ ചരക്കുകളും, ഇതൊന്നും എന്റേതല്ല, എന്റെ റബ്ബിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. എന്റെ റബ്ബ് എനിക്ക് തന്ന സാധനമാണത്. എന്റെ പടച്ചവൻ ഇഷ്ടപ്പെടുമ്പോൾ പടച്ചവനത് തിരിച്ചു പിടിക്കുമെന്ന് കരുതുന്നവനാ ഞാൻ. ചിന്തിച്ചത് ഒരു നിമിഷം സാധനം നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സ്, ഞാൻ ഒരു നിമിഷം നിശബ്ദനായി ചിന്തിച്ചത്, എന്റെ കൽബിന് കപ്പൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ അല്ലാ 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 എന്ന ചിന്തയിൽ മാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള സ്നേഹവും, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും, റബ്ബിനോടുള്ള താല്പര്യവും, റബ്ബിനോടുള്ള ബന്ധവും, റബ്ബിനോടുള്ള പ്രേമവും, റബ്ബിനോടുള്ള ലയനവും, റബ്ബിനോടുള്ള ലഹരിയുമല്ലാതെ മറ്റൊന്നും ബാധിച്ചിട്ടില്ലാത്ത എന്റെ ഹൃദയം, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം അല്ലാഹയെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് എന്റെ ഹൃദയം മാറി, എന്റെ ഹൃദയത്തിന് വേദന തോന്നിയോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. സ്വത്ത് പോയി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായോ എന്ന് ഞാൻ നോക്കി. അപ്പൊ എന്റെ മനസ്സിനൊരു കുഴപ്പമില്ല, കൂളാണ്. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. രണ്ടാമത്, എന്റെ സ്വത്തല്ല നശിച്ചത്, കപ്പൽ എന്റേതല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ എന്റെ കപ്പലല്ല മുങ്ങിയത്, എന്റെ കപ്പൽ സുരക്ഷിതമായി എത്തിയിരിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പടച്ചവനെ, എന്റെ സ്വത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷം എനിക്ക് തോന്നിയോ? ഞാൻ നോക്കി, അപ്പോഴും എന്റെ ഹൃദയത്തിനൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. ഇത് കോടികളുടെ കപ്പൽ മുങ്ങിയ കാര്യമാണ്. നമ്മുടെ ഒരു സൈക്കിളിന്റെ ടയർ പഞ്ചറായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ബാക്കിയൊക്കെ പോട്ടെ, യാത്ര ചെയ്തു പോകുന്ന ഒരു സൈക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായി പോയാ നമുക്ക് പിന്നെ ഉറക്കം വരൂല. അതല്ലേ ശരി? അള്ളാഹുവാണ് ആപത്ത് തരുന്നത്,
അള്ളാഹുവിന്റെ സ്വത്താണ്, അള്ളാഹുവാണ് ആപത്ത് തരുന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടി വെച്ചാൽ, മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്, നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടി വെച്ചാൽ, നിനക്കുണ്ടാകുന്ന ഒരു വിഷമത്തെ നീ മൂടി വെച്ചാൽ, നിനക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ഒരു പദവി അപ്പോൾ തന്നെ കൂട്ടും. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നമുക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് പറയാതിരുന്ന വലിയ വിഭ്രാന്തിയ. പടച്ചോൻ തന്ന ഒരു ചെറിയ പരീക്ഷണം, ശ്രദ്ധിച്ച് കേൾക്കണേ. പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം. കാലൊന്ന് തട്ടിപ്പോയി, 100 രൂപ കളഞ്ഞുപോയി, ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടി ചത്തുപോയി, എന്തെങ്കിലും ഒരു വിപത്തുണ്ടായിപ്പോയി, മോന് സുഖമില്ല, കയ്യിലെത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഒരു ദിവസം അരി വാങ്ങാൻ പൈസ ഇല്ല, 10 പേരോട് പറയും, ഇടോ എനിക്ക് ബുദ്ധിമുട്ടാ, കുട്ടിക്ക് സുഖമില്ല, അത് ഇതൊക്കെ പറയേണ്ടത് പടച്ചവനോടാ. എന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ റബ്ബേ, അള്ളാഹുവിനോട് പറയണം. അത് പറയുകയും അത് ഒരാപത്ത് പറ്റുമ്പോൾ ഒരാളോടും പറയാതെ നീ അത് മൂടി വെച്ചാൽ നിനക്കൊരു പദവി അല്ലാഹു കൂട്ടിത്തരും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദവി കൂട്ടിത്തരും. ഹൃദയത്തിന്റെ ഈ ദുനിയാവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനോടുള്ള ബന്ധം കുറച്ചുകൊണ്ട് ദുനിയാവിനോടുള്ള ബന്ധം കൂടുന്ന അവസ്ഥ നാം മാറ്റണം. വളരെ ഗൗരവപൂർവ്വം നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള ബന്ധവും അടുപ്പവും വിശ്വാസവും എത്ര ശക്തമാകണമെന്ന് അറിയിക്കാൻ വേണ്ടിയാ. പടച്ചവന്റേതാണെല്ലാം.